ഹലോ കാളമ്മ എന്താണ്? അതെ ഹലോ ഹലോ അങ്ങനെ എന്താ വിഷയം? എന്നിട്ടാ നിന്റെ ഈ മാതിരി ആക്കിയിട്ട് എന്നെ തീർത്തു. ഇങ്ങനെ ഞാൻ പോന്നിപ്പോ പിന്നെ ഓറ് എന്ത് പറയിച്ചു നിങ്ങളെ കൊണ്ട്? നമുക്കറിയുന്നില്ല മോനെ എന്താക്കിയിട്ട് തീർക്കുന്ന ഓർമ്മ നമുക്കറിയുന്നില്ല. ഞാൻ അന്വേഷിച്ചില്ല അമ്മ. ആ നമ്പറും കൂടി നിങ്ങളെ നമ്പറും കൂടി മാറ്റി ഞങ്ങൾ അവന് ബന്ധം ഉണ്ടാട്ടിയാ ഞാൻ നമ്പർ മാറ്റി അങ്ങനെ ഓക്ക് കൊടുക്കുന്നില്ല. മാറ്റീനി എന്നിട്ട് അങ്ങനെ കിട്ടിയ നമ്പർ അങ്ങനെ കിട്ടിയത്? എന്റെ നമ്പർ ഇല്ല അതാണ് വിളിക്കൊന്നില്ല. ഓക്കന്നെ കൊടുക്കുന്നില്ല. ഏത് നോക്കുമ്പോ കുക്കൂറ്റല്ല ഓക്കന്നെ കൊടുക്കുന്നില്ല. അത് എപ്പോ ബന്ധിനെങ്ങനെയാണ് ഓനെങ്ങനെ ബന്ധിനത്? ഈ ചെക്ക നമ്പർ കൊടുക്കാൻ ഓള് കൊടുക്കണമെങ്കിൽ ഓളിട്ട് വരണ്ടേ? അവിടേക്ക് വരും. എന്റെ നമ്പർ ഓന് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ലല്ലോ ചെല്ലണം. മുഞ്ഞാന്ന് ഞാൻ ഉമ്മാന്റെ നമ്പർ കൊടുത്തിട്ടില്ല. ഉമ്മാക്ക് വിളിച്ചിട്ട് ചെല്ലുവന് കൊടുക്കണം. ഇങ്ങനെ ആക്കിയോ കൊടുത്തിട്ട് ചെല്ലിക്കണ കഴിഞ്ഞില്ല ഞാൻ വരാനില്ല. അല്ലാന്ന് ഞാനിത് ഒരു കൊല്ലത്തിലേറെ ചരലെടുക്കത്ത് നിന്നിട്ട് ഒരു കൊല്ലായി. അതിന് പിന്നെ ഈ പ്രശ്നം തീർന്നിട്ടില്ലേ? ഈ പ്രശ്നം മോളുടെ മംഗളത്തിന്റെ അടുത്തല്ലേ തീർത്തത്. അത് എത്ര കൊല്ലായി? അതൊരു ഏപ്രിൽ മാസത്തിലല്ലേ മംഗലം കഴിഞ്ഞ്. പിന്നെ അവന്റെ എന്തെങ്കിലും വിഷയം ഞാൻ നിങ്ങളോട് ചെല്ലുന്ന ഇല്ല. പിന്നെ നീ ചെല്ലിനത് അവന്റെ സംഗതി എന്തെല്ലാം ചെല്ലുന്നതമ്മ. പിന്നെ അവിടെ കട്ടുന്നല്ല കൂടെ കട്ടുന്നല്ല അതിനെ കൊണ്ട് വേണ്ടടമ്മ ഞമ്മക്ക് ആ സംബന്ധം. ഇത് ചെല്ലുമ്പോലെ എന്നെ ചീത്ത പറഞ്ഞാരി കാക്കായ ആരി അവന് വേണോ ഞങ്ങൾ ജമാഅത്ത് കഴിച്ചേരാന്നല്ല പറഞ്ഞല്ല. അമ്മ അങ്ങനെയല്ല ഇന്നലെ അവൻ പോലീസ് സ്റ്റേഷനിൽ പറയുന്നുണ്ട്. 1.5 കൊല്ലം മുമ്പ് തന്നെ കാക്ക എനിക്ക് ധൈര്യം തന്നിനാ പറയുന്നു. കാക്ക ഞാനിപ്പോ വേണ്ടാന്ന് തന്നെ ചെല്ലില്ല. അവൻ കള്ളനാണ്. ഞങ്ങളെ മൊബൈൽ കട്ടുന്ന 1.5 കൊല്ലം മുമ്പേ ഞാനത് പറഞ്ഞിട്ട് വേണ്ടാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അതിന് ശേഷം കാക്കാനവൻ വിളിച്ചിട്ട് ഞങ്ങൾ കഴിച്ചേരാ അമ്മ ഇത് കഴിച്ചാന്നില്ല ഞങ്ങൾ കഴിച്ചേരാന്ന് പറഞ്ഞാള്. അങ്ങനെ പറഞ്ഞു നിന്നാണ് ഇന്നലെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓനെ നമ്പങ്ങാലുണ്ട് ബാക്കിനെ. നിങ്ങളോട് കാക്ക എന്ത് ചെല്ലാനില്ല? ആര് ചെല്ലാനില്ല? ജമാഅത്താ പോലീസുകാർ ആര്? പോലീസിനല്ല സെക്രട്ടറി ആര് വരുന്നല്ലേ എന്നിട്ടാണ് ഓളോടും ഓനോട് എടുക്കൂലല്ലേ. അപ്പൊ ഞാനെന്ത് ചെല്ലില്ല. തനിക്ക് എടുക്കണ്ടല്ലേ ഒരു ജമാഅത്താകുമ്പോ എന്ത് സംഗതി ഇതെപ്പോ വന്നു ഇതിങ്ങനെല്ലാം ആയിട്ടാകുമ്പോ ചെല്ലാണ്ടെന്നല്ല കേക്കണ്ടേ. ഇത് അങ്ങനെ തനിക്ക് എടുക്കാൻ വരുന്നതല്ലേ. അപ്പൊ ഞാന് അമിതിനെ പറ്റിട്ട് ചെല്ലിർന്നോ എന്നിട്ട് അമീദിനെ പറ്റിട്ട് ചെല്ലുന്ന താൻ അല്ല. അമീദ് കൊണ്ടുവന്നതിന് അമീദ് ഇങ്ങനെ എല്ലാം ആക്കിയത് ഡ്രസ് കൊടുക്കാനോ ഡ്രസ് കൊടുക്കാനോ പിന്നെ ഫാൻ കൊണ്ടുവന്നില്ല ചെല്ലിനവനൊന്ന് ചെല്ലിർന്ന ഇല്ല. ഫാൻ എന്റെ റൂമിലുണ്ട്. ഫാൻ ഉണ്ട്. അതിനെ ഞാൻ കൊണ്ടുവരുത്താന്ന് കേട്ടോ. അപ്പൊ ഞങ്ങളോടുണ്ട്. നിന്നോടൊരു വിദ്യ ചെല്ലിയിട്ടില്ല. പിന്നെ എനിക്ക് ഇതെല്ലാം പഠിച്ചും കൊടുക്കും. ഞാൻ ചെല്ലുന്നതിന്റെ ഓളോട് നിന്നെ ഓന് നിന്നെയും കിട്ടാതെ ബാക്കിനെ മതിയാട്ടി. നിങ്ങൾ ഈ മാതിരി കളി കളിച്ചില്ലേ? നിക്ക് ഞാൻ ഫാൻ കൊടുത്താലും ചെല്ലിയിട്ടില്ല. ഞാൻ വേണ്ടാന്ന് തന്നെ അതിനെ കൊടുന്നിട്ട് മംഗളത്തിന്റെ അടുത്ത് ഒരു ഫാനിന് കാറ്റില്ലാതാകുമ്പോ ഞാൻ എന്താക്കി, ഞാൻ കുമ്പളക്ക് പോയാലും ഈസ്വന്റെ കുട്ടിയെ പോയിട്ട് 3 കണ്ടെത്തർ പറഞ്ഞു. 3 മോളുണ്ടിയാ മോളല്ല മംഗളുണ്ടെന്ന് അറിയാതെ ഒക്കെ കുളിച്ചിട്ട് മുണ്ടിക്കൊണ്ടില്ല ഞാൻ. അപ്പൊ പൊതുവാക്കിയ സമയല്ലേ 8 മാസമായി. അപ്പൊ മുണ്ടിക്കൊണ്ടുണ്ടായി. അപ്പൊ ഉള്ളോട് ചെല്ലല്ല ഞാൻ അമേരിക്കാനോട്ട് മംഗളത്തിനായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലി പറഞ്ഞ ആദ്യം കേൾക്കും. അപ്പൊ ഓൻ ചെല്ലല്ല അങ്ങനെ ഓൻ ചെല്ലല്ല. അല്ല കയ്യൊക്കെ നോക്കുമ്പോ നീ മംഗളത്തിനില്ല. അപ്പൊ നീ പറഞ്ഞ തന്നെയല്ലേ. അപ്പൊ ഞാൻ രണ്ടാളെയും ആരെയും ഒന്നിനെ കൂട്ടിക്കൊണ്ട് അറച്ചമ്മയ്ക്ക് വരുന്ന അമീതിക്ക് ചാത്തട്ടി വേണ്ട പറഞ്ഞ അറച്ചമ്മയ്ക്കുന് പറഞ്ഞ അത് കൂട്ടുന്നാരങ്ങ് ചമ്മയ്ക്കുന്നൊക്കെ അല്ലേ. അത് അമീതിക്ക് ചാത്തത്തിന് ചെല്ലുക.
വേണ്ട അമിതിച്ച ശാസ്ത്രജ്ഞനെ ചെല്ലിയങ്ങോ ഇപ്പൊ അവളെ സംഗതിയിൽ തീർന്ന പിന്നെ എന്നെ കെട്ടുന്നെങ്കിൽ അപ്പൊ ചെല്ലും ഈ ഞാള് മംഗളത്തിന്റെ തിണ്ടാഞ്ഞിന് ചെല്ലും അതിനെ കൊണ്ട് പറഞ്ഞ ഞാൻ അവനോട് വരാൻ ചെല്ലിട്ടൊന്നുമില്ല. ഇവര് ചെല്ലിട്ട് അവൻ കള്ള ചെല്ലിനാ അമിതിച്ച ശാസ്ത്രജ്ഞനെ അങ്ങനെ ആര് ചെല്ലണോന്നില്ല ചെല്ലണമെന്നല്ല അവനെന്നെ അല്ലേ ഇത് അമിതിച്ച ശാസ്ത്രജ്ഞനെ ചെല്ലണം ചെല്ലുന്ന നീ ചെല്ലണം പിന്നെ കേട്ടെങ്കിൽ അത് അമിതിച്ചാണ് ചങ്ങായി. ഞാനറിയാതെ തന്നെ എല്ലാ വഴി അതാരാക്കിയില്ല. എന്റെ ജോലി പോകുന്ന ആളാ അമ്മ ഇടുന്നു. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്തോ ഒരു പെണ്ണ് കേസില് പോലീസ് പിടിച്ചെന്നാണ് ഇവിടെ എല്ലാം ഫേമസ് ആക്കിനെ. എന്തോ ഒരു പെണ്ണ് കേസില് പോലീസിന് പിടിച്ചോനെ പോയിന്നാണ്. ഇത് എന്റെ പെങ്ങളെ വിഷയമാണ്, കുടുംബ പ്രശ്നമാണെന്നൊന്നും ഓർക്കറിയുന്നില്ല. ഇപ്പൊ 2 കമ്മിറ്റിക്കാരെ ഞാൻ അങ്ങോട്ട് അയച്ചിന് നിങ്ങളടുത്തേക്ക്. 2 സത്യാവസ്ഥ എന്തെന്ന് അവർ കേട്ടെങ്കിൽ ചെല്ലിയിറാളാമ. നിങ്ങളെ ബത്തേരിക്ക് വരുന്നുണ്ട് ഇവിടുന്ന് ബദിയെടുക്കുന്ന 2 കമ്മിറ്റിക്കാർ. അവരോട് നേരെ ചെല്ലിയറ്. അവർ ജയിലാർ കാണിക്കാൻ വേണ്ടിട്ട് റെക്കോർഡിങ് ആക്കുന്ന അതിലും ചെല്ലിയറ്. അവിടെ നിന്ന് ബംബ്രാണിയിലൊന്നും അത് കേൾക്കാനും പറയാനൊന്നും പോകുന്നില്ല. ഇവിടെ ജോലി നിൽക്കാൻ വേണ്ടി മാത്രം. ഞാൻ നിങ്ങളെ നല്ലത് എപ്പോഴും ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് കഴിയുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്തം. അമിതിച്ചാനെ ചെല്ലിട്ടായതെന്ന് നിന്നോട് ചെല്ലാൻ അവര് ചെല്ലിക്കൊണ്ടാഞ്ഞ് പിന്നെ നീ എല്ലാം പറഞ്ഞ ഇതല്ല അമിതിച്ചാനെ ചെല്ലിട്ടാ ഞാൻ പറഞ്ഞിട്ടില്ല ശരി. അപ്പൊ ഞാൻ അമിതിച്ച പൊതു കൊണ്ടുവന്നല്ലാതെ പിന്നെന്ത് സംഗതി അമിതിച്ചാക്ക് അറിയൂന്നാക്കാൻ എന്തോ അറിയല ഓനോടെല്ലാം അങ്ങനെ ഇങ്ങനെ ചെല്ലണമെന്നല്ല ചെല്ലുന്നുണ്ടോ അവരോട് ആ സംഗതി ചെല്ലിയത്. പിന്നെ കിടാനെ വിൽക്കുമ്പോ ഞാനുണ്ടാ ഞനക്ക് അറിയില്ല സംഗതി. ഞാൻ ഒരു കാഫറിന് വിൽക്കുന്നതിന് ഞാൻ സമ്മതിക്കേയില്ല. അതിനെയും ഓർ ചെല്ലുന്നുണ്ട് വിറ്റതും ഓനാണെന്ന്. ഇതാരും അറിയാതെ ഞാനും ഏളാമാൻ കൂടി നടത്തിയ സംഗതി എന്നാണ് പറയുന്നത്. ആ വിൽക്കുന്ന സമയത്ത് ഞാനുണ്ടാ അവിടെ ഏളാമ ചെല്ലി അനക്ക് ആ സംഗതി അറിയാലോ. എത്ര മണിക്ക് കൊടുത്തിനെന്ന് ഞാൻ പിറ്റേന്ന് കാലത്ത് അറിഞ്ഞിട്ടാകുമ്പോ ചോദിക്കുന്നത് ആ കാക്കാട്. അതാര് ചെയ്തിനെങ്കിൽ എന്റെ പേരെങ്ങനെ വരുന്നേന്ന്. ബലിയാക്കാക്കും കൂട്ടർക്ക് തന്നെയല്ല അതിന്റെ പേര് വരുന്നത്. നിനക്കെല്ലാം പറഞ്ഞു തരണ്ടേ കാക്കല്ല. കാക്ക അറിഞ്ഞിട്ട് തന്നെയല്ലേ ഈ സംഗതി എല്ലാം ഉണ്ടായിനല്ലേ. ബലിയാക്കാത്ത തന്നെയല്ലേ ഇതെല്ലാം അറിഞ്ഞിട്ട് ചെയ്തതല്ലേ. കാക്ക ഇല്ല ബലിയാക്കാക്ക് അറിയാലേ ഈ കിടാനെ കൊടുക്കുന്നത്. പിന്നെ ആര് ചെല്ലിയവിടെ കാക്കാവിന്റെ എല്ലാം എന്നെ കൊണ്ടുപോയിട്ട് സിസ്റ്റർമാർക്കാർക്കും വേണ്ടി വരും കൊടുത്തോളണം. ആര് ചെല്ലി എനിക്കറിയുന്നില്ല. അത് എനക്ക് നേരെ ചെല്ലുന്ന കിട്ടാൻ പള്ളിന്റെ സെക്രട്ടറി ആയിട്ടുണ്ടായ ഒരാളല്ലേ, അയാൾ അങ്ങനെ പറയാൻ പാടില്ല. എനക്കത് നേരെ കിട്ടാഞ്ഞിട്ടില്ലേ അതിനെ കൊണ്ട് എനക്ക് മുണ്ടി ഇറങ്ങി നിർത്തിയില്ല. അതിന് എന്റെ തലക്കിടാനാണ് ഒരു പണിയുന്നത്. നിങ്ങൾ നേരെ ചെല്ലണം. നിങ്ങളത് വീഡിയോ ആക്കും അവര്. അതിന് ഞങ്ങൾക്കിടെ കമ്മിറ്റിക്കാരുടെ മുമ്പിൽ 4 ആളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി മാത്രം. ഏളാമയാണ് ഇപ്പൊ എന്നെ രക്ഷിക്കേണ്ടത്. ഏളാമാന്റെ മോൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്റെ സ്വന്തം പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്റെ കെട്ടിക്കാനുള്ള പെങ്ങന്മാരൊന്നുമില്ല. എല്ലാം എന്റെ മനസ്സിൽ എന്റെ പെങ്ങന്മാരായിട്ട് തന്നെയാണ് നമ്മളെ മക്കളെ കണ്ടിരുന്നത്. ആ നിലക്ക് ഞാൻ ചെയ്ത ഉപകാരം എന്നും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ തൽക്കാലം ഞാൻ കേറിയിട്ട് 3 ദിവസമാണ് അത്ര. ഓരോടൊന്ന് വിശദീകരിച്ചത് സംഭവം. ഇനി യാതൊരു ബന്ധമില്ല. ഇത് കാക്കാമാറാണ് എന്ന പരിപാടിയാണ്. ഓനെ കുടുക്കിയത് എന്തിന് അത് നിങ്ങൾ എന്നെ പറയല്ല. എന്താ എന്നെ അവർ ഇങ്ങനെ കൊടുക്കാൻ കാരണം? എന്ത് ചൂടി അവർക്ക് എന്ത് പറയുന്നു? അത് എന്താ അവർ അങ്ങനെ കൊടുക്കുന്ന എന്തെന്ന് പറയല്. ഞാനന്ന് ആരോ പാടിയ ഒരു പാട്ടിനെ ഇവിടെ എല്ലാം ആരോ ഒരു പാട്ട് പാടി ഉസ്താദിനെ കുറിച്ച്. അപ്പൊ ആ പാട്ട് എന്റെ കയ്യിലുണ്ടായിന്. അതിന് ഞാൻ വാട്സപ്പിലൂടെ അയച്ച് അതിന്റെ പേരിൽ ഓനെ കേസെടുത്തിട്ട് ഓനെ മാപ്പ് ചോദിച്ചിട്ട് എന്തെല്ലാം ആക്കിന്. അന്ന് ഓനെ അധികം തയ്ക്കാനും പിടിക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു കേസാക്കാനും പറ്റിയിട്ടില്ല. നേരെ ജമാഅത്തിൽ വന്നിട്ട് തെറ്റ് ചെയ്ത് ഞാൻ അയച്ചു പോയിട്ടുണ്ട്, ആരുണ്ടാക്കിയെന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിന്. ആ പറഞ്ഞതിന്റെ ശേഷം ഓർക്ക് എന്നോട് പക വീണ് എവിടെയും പണിക്ക് നിൽക്കാൻ വിടാലാവും എന്ന് പറഞ്ഞല്ലോ ഉസ്താദ്. അത് കറലെടുക്കത്ത് ഒരു ചക്കൻ ചെല്ലിന് അങ്ങനെ ഓനെ ഏടെ നിൽക്കാൻ വിടാല. മാർപ്പനെടുക്കത്ത് ഞാൻ പാര വെക്കും അങ്ങനത്തെ വാക്കാണ് അവന്റെ കുടുംബത്തിലെല്ലാം പറഞ്ഞല്ലോ. അവിടുന്ന് ഉസ്താദ്മാരെല്ലാം വിളിച്ചു പറഞ്ഞു എന്നോട്. അപ്പോ ആ ചൊടി എന്തേന്ന് അവർ ചോദിച്ചാൽ പറയണം. പിന്നൊന്ന് ഇതിന്റെ സത്യാവസ്ഥ, പിന്നൊന്ന് ആ കുട്ടീന്റെ സത്യാവസ്ഥ. ഇത് രണ്ടും ഇപ്പൊ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം അല്ലേ.
ഞാൻ അവർക്ക് ബൈ പറഞ്ഞു കൊടുക്കാം. അവർ പമ്പ്രാണിക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ട്. അവർ വരും ഇപ്പൊ. നിങ്ങൾ ധൈര്യത്തോടെ സംഭവം പറഞ്ഞെങ്കിൽ ഉള്ളതുപോലെ പറഞ്ഞെങ്കിൽ കാക്ക എന്തെങ്കിലും ചെലുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതല്ല ചെല്ലേണ്ടത്. എന്റെ സത്യാവസ്ഥ അള്ളാഹു റസൂൽ അറിയുന്ന സത്യാവസ്ഥ അത് നിങ്ങൾ പറയും. അല്ലേ? 25.